ലാലേട്ടൻ കൊള്ളായിരുന്നു, പക്ഷെ കുറച്ച് ലാഗായിരുന്നു, ഇച്ചിരി ഉറക്കം ഫീലൊക്കെ ഉണ്ടായിരുന്നു. മോഹൻലാൽ ഫസ്റ്റ് ടൈം ചെയ്ത ഡയറക്ഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല, നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണ്. ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായമാണ്. ടെക്നിക്കലി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്ത ഒരു മലയാളം സിനിമ തന്നെയാണ്. നല്ല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. ഇനി ലാലേട്ടന്റെ മൂവീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. എനിക്ക് നല്ല മൂവിയായിട്ടാണ് തോന്നിയത്. എനിക്ക് നല്ല ഒപ്പീനിയനാണ് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാല് എന്താ പറയാ, നല്ലൊരു സ്റ്റോറി ഉണ്ട്, നല്ലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് എന്താ പറയാ, 3D എഫക്ട്സ് നന്നായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം. സാറിന് മലയാളം മൂവിയിൽ നേരത്തെ 3Ds ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനെക്കാളും കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. എനിക്ക് പറയുന്ന പറഞ്ഞാല് മാക്സിമം നല്ല ആൾക്കാർ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതാണ് എനിക്ക് പറയണം. നന്നായിട്ടുണ്ട്. അതായത് ഓരോ എന്താ പറയാ, ഓരോ മൂവിയുടെ ഓരോ ഏരിയാസ് കാണിക്കുമ്പോൾ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് മോഹൻലാൽ ഫസ്റ്റ് ടൈം ചെയ്ത ഡയറക്ഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല, നല്ല എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണ് തോന്നുന്നു. നല്ല സിനിമയാണ്, ആക്ച്വലി നല്ല സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം എന്നേ ഞാൻ പറയുള്ളൂ. ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായമാണ്. ടെക്നിക്കലി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്ത ഒരു മലയാളം സിനിമ തന്നെയാണ്. അതിൽ സംശയമുണ്ട്. മോളിവുഡിനെ അഭിമാനിക്കാം. കണ്ടോണ്ടിരിക്കാം. നമ്മൾ ഡിസ്നിയുടെ പടങ്ങളാണെങ്കിൽ കണ്ടോണ്ടിരിക്കുമല്ലോ. കുട്ടികളുടെ പടം എന്ന് പറയുന്നത് കണ്ടോണ്ടിരിക്കാം. നല്ലതാണ്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. 3D ഒക്കെ കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ലാലേട്ടൻ കൊള്ളായിരുന്നു, പക്ഷെ കുറച്ച് ലാഗായിരുന്നു, ഇച്ചിരി ഉറക്കം ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡയറക്ഷൻ വൈസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷെ കുട്ടികൾക്കാണ് കുറച്ചും കൂടി രസം കാണാൻ. പിള്ളേർക്കുള്ള മെയിനായിട്ട് പിള്ളേർക്കുള്ള സിനിമയാണ്. കാണാം, ഫാമിലിയായിട്ട് കാണാം. എല്ലാം സൂപ്പറായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ശരിക്കും നമുക്കും അത് കാണുമ്പോൾ ജസ്റ്റ് ആ 3D ഒക്കെ എഫക്ട് വരുമ്പോൾ നമുക്കും ശരിക്കും ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് നന്നായിട്ട് അടിപൊളി. എനിക്ക് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. അടിപൊളി, ഫുൾ ഇഷ്ടപ്പെട്ടു. ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം വളരെ നന്നായിരുന്നു. മോന് വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. അതിനകത്തിലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഉള്ളത്. ഫസ്റ്റ് ഹാഫ് ഫുള്ളും ഒരു തുടക്കം ജസ്റ്റ് കാണിക്കുന്ന പോലെ കുഴപ്പമില്ല. 3D നല്ലതായിരുന്നു. 3D ആണ് എൻജോയ് ചെയ്തത്. കൊള്ളാം, എല്ലാം കൊള്ളാം. മേക്കിംഗ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ കൊള്ളൂല, ലാഗാണ്. 3D എടുത്തിരിക്കുന്നത് കൊള്ളാം, ടെക്നിക്കൽ സൈഡ് കൊള്ളാം. ഡിസ്നിയുടെ ലെവലുണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. എല്ലാവർക്കും കാണാം. ക്രിസ്മസിന് കാണാൻ പറ്റിയൊരു പടം. നല്ല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. ഇനി ലാലേട്ടന്റെ മൂവീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നല്ലായിരുന്നു, നല്ലൊരു ത്രില്ലറായിരുന്നു. കുഴപ്പമില്ല. അല്ലല്ല, ഫറോസ് ത്രില്ലറല്ല, കുട്ടികൾക്കും എല്ലാവർക്കും ഒരുവിധം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പുതിയൊരു അനുഭവം. നല്ലതായിരുന്നു. വേറൊരു ലോകത്തെത്തിയ പോലെയായിരുന്നു. വെരി ഗ്രേറ്റ് മൂവി, നന്നായിട്ട് എടുത്തിട്ടുണ്ട് മോഹൻലാൽ. ഡയറക്ടറുടെ ഡെബ്യൂ എന്ന് പറയത്തേ ഇല്ല. നമ്മളെ കഥ, നമ്മളൊരു ഫാന്റസി സ്റ്റോറി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യത്തില്ലേ, അത് തന്നെ കാണാൻ കഴിഞ്ഞായിരുന്നു. ഗ്രേറ്റ് മൂവി, ഗ്രേറ്റ് മേക്കിംഗ്. ഫോറിൻ ആക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നത് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ആദ്യം തോന്നി എന്തിനാ വെളിയിൽ നിന്നൊക്കെ കണ്ടപ്പം അത് തന്നെ ആപ്റ്റാകാൻ തോന്നി. എല്ലാവരും നന്നായിരുന്നു. മേക്കിംഗ് നന്നായിരുന്നു. മോഹൻലാലിന്റെ മേക്കിംഗ്, മോഹൻലാലിന്റെ പെർഫോമൻസ് പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ എല്ലാം കൊണ്ടും നന്നായിരുന്നു. ഗ്രേറ്റ് മേക്കിംഗ്. 3D വർക്കൊക്കെ നന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വെറുതെ പറയുന്നതല്ല, നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. എസ്പെഷ്യലി മെയിൻ ആയിട്ട് വരുന്ന സീൻസിലൊക്കെ 3D എഫക്ട് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനം ഇമോഷണൽ ആയിട്ട് തന്നെ ഇറങ്ങേണ്ടി വന്നത്. ക്രിസ്മസ് ബാറോസ് കൊണ്ടുപോകും, ബിക്കോസ് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒരു ടീനേജ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കുട്ടികൾ എന്തായാലും വരും. എല്ലാം ഫ്രീ ആകുമ്പോഴത്തേക്കും വരും എന്ന് തന്നെ. നന്നായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരുന്നു? നല്ല ഫിലിം. ഇങ്ങനെ ഒരു ഫാന്റസി ലോകത്തിലോട്ട് നമ്മൾ പോയ പോലെ ഒരു ഫീലൊക്കെ ആയിരുന്നു. കൊള്ളാം കൊള്ളാം. ആ ഫീലൊക്കെ ഉണ്ട്. സംവിധാന മികവ് എങ്ങനെയുണ്ട്? ആദ്യത്തെ ഒരു ഡെബ്യൂ ഡയറക്ടർ കൊള്ളാം. ആദ്യത്തെ ഫിലിമിലൊക്കെ ആവറേജാണ്. ലാലേട്ടൻ ഞെട്ടിച്ചോ? എങ്ങനെയാണ്? അല്ല അത്ര പ്രതീക്ഷിച്ച പോലെ ഒന്നും പിള്ളേർക്കൊക്കെ ഇഷ്ടമാവോ? പിള്ളേർക്കൊക്കെ എങ്ങനെ എൻജോയ് പോരാ. പിള്ളേർക്ക് കൊള്ളാനുള്ള കണ്ടിട്ട് ഒന്നും ഇല്ല. എൻജോയ്മെന്റിനുള്ള ഒന്നും എൻജോയ്മെന്റ് അത്ര പോരാ. 3D കൊള്ളാം. പുള്ളിയുടെ ഒരു ഇടയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി ആദ്യമായിട്ട് ഡെബ്യൂ ഡയറക്ടറായിട്ട് വരുന്നത് എന്താ പറയാ ഭയങ്കര സ്ലോയാ, ലാഗിങ്. കുഴപ്പമില്ല. 3D ഒക്കെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ 3D കൊള്ളാം. ബാക്കി കൊള്ളാം. പടം കൊള്ളാം. കുട്ടികൾക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. മുതിർന്നവർക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നണില്ല, പക്ഷെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ലാലേട്ടൻ അഭിനയം കൊള്ളാം. അതെ അതെ, കുഴപ്പമില്ല.